ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു അസുഖമാണ് ഫൈബ്രോമയാൾജിയ. നിങ്ങൾ ചിലരിത് കേട്ട് കാണും, ചിലർക്കിത് കേട്ട് കേൾവി ഉണ്ടാവില്ല. ഇതിനെ കോമൺ ആയിട്ട് പേശിവാദം എന്നൊക്കെ മലയാളത്തിൽ വിളിക്കാം. ഇത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ്. അധികമായും ഇത് കണ്ടുവരുന്നത് സ്ത്രീകളിലാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ? മിക്ക ഫൈബ്രോമയാൾജിയ രോഗികളും നമ്മളുടെ അടുത്ത് എത്തിത്തീരുന്നത് ഒരു സ്വല്പം കാലതാമസം അനുഭവപ്പെട്ടതിന് ശേഷമാണ്. അപ്പോൾ അവർ പല ഡോക്ടറിൻ്റെ അടുത്തും കറങ്ങിത്തിരിഞ്ഞ് വേദനകളായിട്ട് മറ്റു പല ഡോക്ടേഴ്സിനെയും കണ്ട് കയ്യിലൊരു 5-6 MRI ഫിലിംസും CT സ്കാൻസും എക്സ്റേസും ഒക്കെ ആയിട്ടായിരിക്കും ഇവർ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം വേദന തന്നെയാണ്. ദേഹമാസകലമുള്ള വേദന, കഴപ്പ്, ക്ഷീണം അങ്ങനെയൊക്കെ ആയിട്ട് അനുഭവപ്പെടുകയും ചിലപ്പോൾ നെഞ്ചുവേദനയായിരിക്കും, ചിലപ്പോൾ നടുവേദനയായിരിക്കും, ചിലവർക്കിത് മൈഗ്രെയിൻ പോലത്തെ തലവേദനയായിരിക്കും, ചിലർക്ക് പേശികളിലുള്ള കഴപ്പ്, തരിപ്പ് പോലത്തുള്ള വേദനകൾ. അപ്പോൾ ഇത് കൂടുതലും ആയാസകരമായ ജോലികൾ ചെയ്യുമ്പോൾ കൂടുകയും റെസ്റ്റ് എടുക്കുമ്പോൾ കുറച്ച് ആശ്വാസം കിട്ടുകയും ചെയ്യും. പലപ്പോഴും ഇത് ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗത്താണ് ആരംഭിക്കുകയെങ്കിലും പിന്നീട് അത് പോകെ പോകെ ശരിയായ രോഗനിർണയം കിട്ടാതെ ചികിത്സ കിട്ടാതെയും കാലതാമസം വരുന്നതോടൊപ്പം ഇത് മറ്റ് പേശികളിലേക്കും വ്യാപിക്കുകയും ദേഹമാസകലമുള്ള വേദനയായിട്ട് ആണ് ഇവർ പലപ്പോഴും വരുന്നത്. എന്നാൽ വേദന മാത്രമല്ല ഇതിൻ്റെ ലക്ഷണം. ചിലവർക്കിത് കലശലായ ക്ഷീണമായിട്ടായിരിക്കും അനുഭവപ്പെടുന്നത്. പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ജോലികളിൽ പകുതിയും ഇപ്പോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, മടുപ്പ് തോന്നുക. ചിലർക്ക് ഇത് കുറച്ച് സൈക്കോളജിക്കൽ പ്രോബ്ലം ആയിട്ടായിരിക്കും തോന്നുക. അതായത് ഒരു ഡിപ്രഷൻ മൂഡിലേക്ക് പോവുക, ദേഷ്യം, സങ്കടം എല്ലാം ഫ്ലക്ച്വേഷൻ, മിക്കപ്പോഴും ഒരു സന്തോഷം അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ തന്നെ ഇത് പലപ്പോഴും പല ഡോക്ടേഴ്സ്, ഇപ്പോൾ നെഞ്ചുവേദനയാണെങ്കിൽ കാർഡിയോളജിസ്റ്റിനെ കാണാം, നടുവേദന ഓർത്തോയെ കാണാം, സ്പൈനിനെ കാണാം. അങ്ങനെ ഇവർ കുറേ MRI ഒക്കെ എടുക്കും. അപ്പോൾ 1-2 ഡിസ്ക് പ്രൊലാപ്സോ എന്തെങ്കിലും മൈൽഡ് കാര്യങ്ങൾ കണ്ടുപിടിക്കും. ചിലപ്പോൾ അതിന് ചികിത്സ നടത്തും. പലപ്പോഴും ഫലപ്രദമായ ഒരു രോഗശമനം അവർക്ക് കിട്ടുന്നത് കാണാറില്ല. മിക്ക ടെസ്റ്റുകളും നോർമലായിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രധാന മറ്റു കാര്യം. അതായത് ESR, CRP മുതലായ മറ്റ് വാദങ്ങളിൽ കാണുന്ന പോലെ ഇതിൽ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സൊക്കെ നോർമലായിരിക്കുകയും വാദത്തിൻ്റെ എല്ലാ ടെസ്റ്റുകളും മിക്കപ്പോഴും നെഗറ്റീവായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ, ഇത് അധികവും സ്ത്രീകളിലാണ് കൂടുതലും. അതൊരു 9:1 റേഷ്യോ, അതായത് 9 സ്ത്രീകൾ വരുമ്പോൾ 1-2 പുരുഷന്മാർക്കേ വരാറുള്ളൂ. അപ്പോൾ ഇത് പലപ്പോഴും എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇതിൽ ഈ അസുഖത്തെ റെക്കഗ്നൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് പലപ്പോഴും വീടുകളിൽ ഈ അസുഖം അവർക്കുണ്ടെന്ന് വിശ്വസിക്കാൻ കുറച്ച് ആളുകൾക്ക് പ്രയാസമാണ്. അപ്പോൾ അവർക്കത് മാനസികമായ വലിയ അക്സെപ്റ്റൻസ് കിട്ടാൻ പാടുള്ളതുകൊണ്ട് വലിയ ഡിപ്രഷനിലേക്ക് പോകുന്നതാണ് കാണുന്നത്. പലപ്പോഴും അവർക്ക് ഭയങ്കര വിഷമമായിരിക്കും. കാരണം എൻ്റെ അസുഖം എൻ്റെ ഭർത്താവോ എൻ്റെ അച്ഛനമ്മമാരോ ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ള ഒരു പരാതി പലപ്പോഴും നമ്മൾ ക്ലിനിക്കുകളിൽ കാണാറുണ്ട് പേഷ്യൻറ്റിൽ. അപ്പോൾ ഇനി ഇത് എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ, പലപ്പോഴും ഒരു 60% കേസുകളിലും ഒരു അണ്ടർലൈങ് സ്ട്രെസ് ഉണ്ടാവാൻ വളരെ അധികമായി കാണാറുണ്ട്. അതായത് അത് ഫിസിക്കൽ സ്ട്രെസ് ആവാം, മെൻ്റൽ സ്ട്രെസ് ആവാം. ക്രോണിക്കായി സ്ട്രെസ് നിൽക്കുകയും അത് പിന്നീട് ഫൈബ്രോമയാൾജിയായി കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്നത് കാണാറുണ്ട്. ചിലവർക്ക് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ആയിട്ട് വരാം. അതായത് ചെറുപ്പകാലത്തുണ്ടായ എന്തോ ഒരു ദുരനുഭവം, അവരുടെ മനസ്സിൽ അത്ര ആഘാതമുള്ള ഒരു ദുരനുഭവം പിന്നീട് ഫൈബ്രോമയാൾജിയായി കാണാറുണ്ട്. ചിലവർക്ക് ചില പോസ്റ്റർ റിലേറ്റഡ് ഒരുപാട് ഇരുന്ന് വർക്ക് ചെയ്യുന്നവർ, പ്രഷറിൽ വർക്ക് ചെയ്യുന്നവർ, IT പ്രൊഫഷണൽസൊക്കെ അവർ ഇരുന്ന് ചിലപ്പോൾ കൂനിയിരിക്കുകയും അല്ലെങ്കിൽ ഒരുപാട് മൊബൈൽ ഉപയോഗമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു സൈഡിൽ വേദനയായി തുടങ്ങുകയും പിന്നീടത് അവർക്ക് വേണ്ടതായ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും എക്സസൈസുകളും ഒന്നും ഇല്ലാതെ വരുമ്പോഴത്തേക്ക് അതും ഫൈബ്രോമയാൾജിയായിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. പിന്നെ പല വാതരോഗങ്ങളുടെയും സെക്കൻഡറി കോസായിട്ട്, അപ്പോൾ ആമവാദത്തിലും SLE, ജോഗ്രൻസ് മുതലായ അതിൽ ഒരു സെക്കൻഡറി ഫൈബ്രോമയാൾജിയും നമ്മൾ കാണാറുണ്ട്. ഇത് പലപ്പോഴും വാതരോഗ നിർണയത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. കാരണം എന്തുകൊണ്ടെന്നാൽ നമ്മൾ റൊമറ്റോയിഡ് എല്ലാം നന്നായി ട്രീറ്റ് ചെയ്യും, അപ്പോൾ സന്ധികളിലുള്ള വേദനയൊക്കെ കുറയും, എന്നാലും വേദന മാറുന്നില്ല. അപ്പം ഇവർ വിചാരിക്കും ഇത് ചികിത്സ ഫലപ്രദമാവാത്തതുകൊണ്ടാണ്. അപ്പോൾ അത് പലപ്പോഴും ഇതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ട് ഈ പേശിവാദം അഥവാ ഫൈബ്രോമയാൾജി ഉള്ളതുകൊണ്ടാണ്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് രണ്ടും കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഫൈബ്രോമയാൾജി ട്രീറ്റ് ചെയ്താലേ ചിലപ്പോൾ ആമവാദ രോഗികളിൽ ഒരു കംപ്ലീറ്റ് വേദനയ്ക്ക് ശമനം കിട്ടാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇത്ര കോംപ്ലക്സ് ആയ ഒരു കണ്ടീഷനായെന്ന്
അപ്പോൾ ഇത് പലപ്പോഴും നമ്മൾ എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു പെയിൻ പെർസെപ്ഷൻ്റെ ഒരു ഓവർ സ്റ്റിമുലേഷൻ കൊണ്ടാണ്. സെൻട്രൽ സെൻസിറ്റൈസേഷൻ എന്ന് പറയും. അപ്പോൾ നമ്മൾ സാധാരണ ഒരാൾക്ക് വേദന ഉളവാക്കുന്ന ഇല്ലാത്ത കാര്യം ഈ ഫൈബ്രോമയാൾജിയ പേഷ്യൻറ്റിൽ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് തൊട്ടാലോ അത് എക്സാഗ്രേറ്റഡ് ആയിട്ട് ആംപ്ലിഫൈഡ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യും. അത് ബ്രെയിനിൽ പെയിനായിട്ട് പെർസീവ് ചെയ്യുകയും അത് പിന്നീട് മനോവിഷമം ഉണ്ടാക്കും. അതിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ എന്താ പറയുന്നത്, പെയിൻ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും സങ്കടം വരും. അപ്പോൾ സങ്കടം ഇതിനെ കൂട്ടും. അങ്ങനെ ഇതൊരു വിഷ്യസ് സൈക്കിളായി ചുറ്റിത്തിരികയും ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ചാടിക്കളിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ അപ്രോച്ചും അപ്പോൾ വളരെ ഡിഫറെൻ്റ്. ഇത് പണ്ടൊരു സൈക്കോളജിക്കൽ പ്രശ്നമായിരുന്നായിരുന്നു കരുതിയിരുന്നത്. ആളുകൾ ഇത് പണ്ട് ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് നേരെ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് വിടുകയും അതിൻ്റെ ചികിത്സകൾ നൽകുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ഇന്ന് അതിൻ്റെ കോൺസെപ്റ്റ് മാറി. ഇപ്പോൾ നൂതനമായ പഠനങ്ങളും MRI സ്റ്റഡീസിലും ഒക്കെ നമുക്ക് മനസ്സിലായി ഇത് ഈ ഫൈബ്രോമയാൾജിയ ഉള്ള ആളുകളിൽ അതിൻ്റെ സെല്ലുകളുടെ ആക്ടിവേഷൻ വളരെ കൂടുതലാണ് എന്ന്. അപ്പോൾ ഇതിന് പ്രധാനമായി വേണ്ടത് ഒന്ന് ചികിത്സയിൽ ഇതിൻ്റെ സ്ട്രെസ്സ് കുറയ്ക്കുക എന്നുള്ളതാണ്. സ്ട്രെസ്സ് വളരെയധികം കുറയ്ക്കുക. പിന്നെ രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഫിസിയോതെറാപ്പി, മയോഫേഷ്യൽ തെറാപ്പി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് മസിൽ പലപ്പോഴും പലയിടങ്ങളിലും ട്രിഗർ പോയിൻറ്റ്സുകൾ ഉണ്ടാവും. അപ്പോൾ മയോഫേഷ്യൽ സ്ട്രെച്ചസ് ചെയ്യണം, ട്രിഗർ റിലീസ് ചെയ്യുക, മസിൽ സ്ട്രെങ്തനിങ് ചെയ്യുക, റിലാക്സേഷൻ എക്സസൈസുകൾ പഠിപ്പിക്കുക എന്നുള്ള ഇതിൻ്റെ ചികിത്സയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കും. മൂന്നാമതായി മരുന്നുകൾ, ചിലപ്പോൾ പ്രിഗാബാലിൻ, ഡുലോക്സിറ്റിൻ മുതലായ മരുന്നുകൾ ഈ പെയിൻ സെൻസിറ്റിവിറ്റി കുറയ്ക്കാനും ഈ സെൻട്രൽ സെൻസിറ്റൈസേഷൻ്റെ ഒരു തോത് കുറയ്ക്കാനും വളരെയധികം സഹായിക്കും. അപ്പോൾ ഇത് മൂന്നും ചേരുകയും ഇവർക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യം ഫാമിലി ആൻഡ് സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. അപ്പോൾ സുഹൃത്തുക്കളും ബന്ധുക്കളും വീട്ടുകാരും ഒക്കെ ഈ അസുഖം റെക്കഗ്നൈസ് ചെയ്യുകയും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും ചെയ്താൽ തന്നെ പകുതി പ്രശ്നങ്ങളും സോൾവ് ആവുന്നതാണ്. അപ്പോൾ ഫൈബ്രോമയാൾജിയ ഒരു നിസ്സാര അസുഖമല്ല. കാരണം ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെയധികം കോംപ്രമൈസ് ചെയ്യുന്ന മറ്റ് വാതാസുഖങ്ങളെ പോലെ തന്നെ ബുദ്ധിമുട്ടുന്ന ഒരു അസുഖമാണ് ഫൈബ്രോമയാൾജിയ. അപ്പോൾ ഇത് ഏർലി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുകയും കറക്റ്റായിട്ടുള്ള മോഡിഫിക്കേഷൻസ് നേരത്തെ വരുത്തിയില്ലെങ്കിൽ ഇതൊരു ക്രോണിസിറ്റിയിലേക്ക് പോവുകയും ചികിത്സ അധികം കാലം എടുക്കാൻ ചാൻസും ഉള്ളതാണ്.